ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാക്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നോ റെസ്റ്റിംഗ് മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 6 വർഷം മുമ്പ് ഞാൻ ഒരു മാക്രോണിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കപ്പളവിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. ആൽമണ്ട് ഫ്ലോർ ഒരു 42 ഗ്രാമാണ് വേണ്ടത്. അതിലേക്ക് തന്നെ ഐസിങ് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസിങ് ഷുഗർ 40 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സിയുടെ ജാറിൽ ചെയ്യുകയാണെങ്കിൽ ഒറ്റ അടിക്ക് അടിച്ചിട്ട് എടുക്കരുത്. ഒന്ന് പൾസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സായി വരണം. നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് വൈറ്റ് വേണം. എഗ് വൈറ്റും എടുക്കുന്നത് ഗ്രാം അളവിൽ തന്നെയാണ്. കാരണം നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ നമ്മളെടുക്കുന്ന എഗ് വൈറ്റിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രാം അളവിൽ തന്നെ എടുക്കണം. എഗ് വൈറ്റ് 32 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഷുഗർ വേണം. ഈ ഒരു മാക്രോൺസിന് വേണ്ടിയിട്ട് 30 ഗ്രാം ഷുഗറാണ് വേണ്ടത്. ചെറിയ തരിയുള്ള പഞ്ചസാര എടുക്കണം. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ വേണം ഈ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഇനി പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പാത്രങ്ങളിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ എടുക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു മാക്രോൺ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫായി വരുന്ന സമയത്ത് കളർ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വരണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറോടെ മിക്സാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. 2-3 വട്ടമായിട്ട് ഇട്ട് കൊടുത്ത് ഇതേപോലെ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ബാക്കിയുള്ളതുകൂടെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫ്ലോറും ഐസിങ് ഷുഗറും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്നത് നിർത്താം. ഇതേപോലെ നന്നായിട്ട് തന്നെ ആ ഒരു കറക്റ്റ് റിബൺ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്നത് നിർത്തണം. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാക്രോൺസിൻ്റെ ഒരു സൈഡിൽ മാത്രം കളറാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഒരു എൻഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഗ്ലാസ്സിലോ എന്തിലേലും വെച്ച് കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബാറ്റർ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു എൻഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ ബട്ടർ പേപ്പറിലേക്കാണ് ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് മാക്രോണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നത്. സിലിക്കോണിൻ്റെ ആ ഒരു ഷീറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ടെംപ്ലേറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നേരെ തന്നെ പിടിച്ചിട്ട് വേണം ഈ ഒരു മാക്രോൺ പൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മാക്രോൺസാണ് റെഡിയാക്കി എടുക്കുന്നത്. ചെറിയ മാക്രോൺസാണ് റെഡിയാക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ കിട്ടും. ഇപ്പോൾ ഈ ഒരു അളവിൽ ഒരു 8 മാക്രോണാണ് റെഡിയാക്കുന്നത്. പിന്നെ ഒരു ചെറുതും ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാം പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആ ഒരു ഷീറ്റോട് കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി.
എന്നിട്ട് എന്തെങ്കിലും എയർ ബബിൾസ് കാണുകയാണെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇതിനി ഒരു ബേക്കിംഗ് ട്രേയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓവൻ 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാക്രോൺസ് ഈ ഒരു ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഈ ഓവൻ്റെ ഡോറൊന്ന് കുറച്ച് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് നോ റെസ്റ്റിംഗ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഡ്രൈ ആയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓവനിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഓവൻ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ കെൻവുഡിൻ്റെ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഇപ്പോൾ മാക്രോൺസൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. തണുത്തിട്ട് ഇത് ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്തു മാറ്റാം. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ താഴെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. തണുത്തിട്ട് വേണം ഈ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് ഇത് ഇളക്കി മാറ്റാനായിട്ട്. അപ്പോൾ ഇത് വലിയ മാക്രോൺസ് ആയതുകൊണ്ട് ഒരു 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബട്ടർ ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറി ക്രഷാണ്. ബാക്കിയുള്ള മാക്രോൺസും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്, പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോ റെസ്റ്റിംഗ് മെത്തേഡിലുള്ള ഈ മാക്രോൺസ് ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്